കാർ ബോംബ് സ്ഫോടനങ്ങളിൽ ഭയന്ന് വിറച്ച് ഇസ്രയേലികൾ. 2 ദിവസത്തിനുള്ളിൽ 2 കാർ ബോംബ് സ്ഫോടനങ്ങളാണ് ഉണ്ടായത്. ഇന്ന് സ്ഫോടനമുണ്ടായത് ഇസ്രയേലി അക്ര സിറ്റിയിൽ ഒരു പോലീസ് സ്റ്റേഷന് അടുത്തായിട്ടാണ്. സംഭവത്തിൽ 30 വയസ്സുള്ള യുവാവിന് ഗുരുതരമായി പരിക്കേറ്റതായി റെസ്ക്യൂ സർവീസ് പറഞ്ഞു. കഴിഞ്ഞ ദിവസം ആക്രമണം ഉണ്ടായത് റെംലി എന്ന നഗരത്തിലാണ്. ഈ സംഭവത്തിൽ സ്ഫോടനത്തെ തുടർന്നുണ്ടായ തീപിടുത്തത്തിൽ 4 പേർ മരിക്കുകയും 12ഓളം ആളുകൾക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. അതേസമയം പശ്ചിമേഷ്യയിലെ സ്ഥിതി കൂടുതൽ സങ്കീർണമായി കൊണ്ടിരിക്കുകയാണ്. ഇസ്രയേൽ ഹമാസ് യുദ്ധത്തിനൊപ്പം ഇസ്രയേലിന്റെ വടക്കൻ അതിർത്തിയിൽ ഹിസ്ബുള്ളയുടെ ആക്രമണങ്ങൾ നിരന്തരം വർദ്ധിച്ചു വരികയാണ്. കഴിഞ്ഞ ആഴ്ചയിൽ ഇസ്രയേലി യുദ്ധവിമാനങ്ങൾ ഹെസ്ബുള്ളയുടെ ആയുധപ്പുരകൾ നശിപ്പിച്ചിരുന്നു. ഇതിന് തിരിച്ചടിയായി ഹെസ്ബുള്ളയും 100 കണക്കിന് കത്തീഷ റോക്കറ്റുകൾ വടക്കൻ ഇസ്രയേലിലേക്കും അയച്ചിരുന്നു. അതേസമയം തന്നെ യമനിലെ ഹൂതികൾ ഇറാഖ് വഴി സിറിയയിലെത്തി ഇസ്രയേലിനെ ആക്രമിക്കാൻ പുതിയ പോർമുഖം തുറക്കുന്നതായി റിപ്പോർട്ടുകൾ. ഇസ്രയേലി ചാനലായ i24 ആണ് വാർത്ത പുറത്തുവിട്ടത്. ഇസ്മയിൽ ഹനിയയുടെ കൊലപാതകത്തിന് ശേഷം ഇസ്രയേലിനെ 4 പാട് നിന്നും വളയാൻ ശ്രമിക്കുകയാണ് ഇറാൻ. ഇസ്മയിൽ ഹനിയയുടെ കൊലപാതകത്തിലൂടെ അറബ് ജനതയ്ക്കിടയിലുണ്ടായ വികാരം മുതലെടുത്ത് ഇസ്രയേലിനെ ഒറ്റപ്പെടുത്താനും ആക്രമിക്കാനുമാണ് ഇറാൻ ശ്രമിക്കുന്നത്. ഒക്ടോബർ 7 ആക്രമണം ഉണ്ടായിരുന്നില്ല എങ്കിൽ പല അറബ് രാജ്യങ്ങളും അമേരിക്ക കൊണ്ടുവന്ന അബ്രഹാം അക്കോർഡ്സ് പ്രകാരം നയതന്ത്ര ബന്ധം സ്ഥാപിക്കേണ്ടതാണ്. ബഹ്റൈൻ, സൗദി അറേബ്യ, UAE, കുവൈറ്റ് പോലുള്ള രാജ്യങ്ങൾ ഇതിനായി ചർച്ചകൾ നടത്തി വരികയായിരുന്നു. എന്നാൽ സമീപ ഭാവിയിൽ ഒന്നും തന്നെ ഭരണാധികാരികൾ ആഗ്രഹിച്ചാൽ തന്നെ ഇസ്രയേലുമായി ഒരു ബന്ധത്തിന് സാധ്യതയുമില്ല. ഒരു വശത്ത് യുദ്ധം മുന്നോട്ടു പോകാൻ അമേരിക്കയാണ് ഇസ്രയേലിന് ആയുധവും പണവും നൽകുന്നതെങ്കിലും മറുവശത്ത് യുദ്ധം മുന്നോട്ടു പോകുന്നത് അമേരിക്കയ്ക്ക് തിരിച്ചടിയാണ്. മിഡിൽ ഈസ്റ്റിലെ പല അമേരിക്കൻ കമ്പനികളും ജനങ്ങളുടെ ബഹിഷ്കരണം മൂലം വലിയ നഷ്ടത്തിലേക്ക് കൂപ്പുകുത്തുകയാണ്. അതുകൂടാതെ മിഡിൽ ഈസ്റ്റിലുള്ള രാജ്യങ്ങളുമായി ചൈന അടുക്കാൻ ശ്രമിക്കുന്നത് അമേരിക്കയെ വിറളി പിടിപ്പിക്കുന്നുണ്ട്. വർഷങ്ങളായി നിലനിന്നിരുന്ന സൗദി അറേബ്യ ഇറാൻ പ്രശ്നം പരിഹരിച്ചത് ചൈനീസ് മധ്യസ്ഥതയിലായിരുന്നു. അതിനിടയിൽ യുദ്ധം നിർത്താൻ അമേരിക്ക ഇസ്രയേലിനോട് ആവശ്യപ്പെടണമെന്ന് UN സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് ആവശ്യപ്പെട്ടു. കൂടാതെ എത്രയും പെട്ടെന്ന് തന്നെ പലസ്തീൻ ഇസ്രയേൽ എന്ന 2 സ്റ്റേറ്റ് സൊല്യൂഷൻ നടപ്പാക്കണമെന്ന് സ്പെയിനിൽ നടക്കുന്ന അറബ് യൂറോപ്യൻ ഉച്ചകോടി അഭിപ്രായപ്പെട്ടു.